ഹായ് മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. എൻ്റെ പേര് ഹാരിസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീനീറ്റ് സീരീസിലെ കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. റീനീറ്റ് എക്സാം വരുന്നവരെ ഇതേ രൂപത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സും ടച്ച് വെച്ചുകൊണ്ട് റിവൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് മുന്നോട്ടേക്ക് പോവുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് 4 പാർട്ടുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് 2 തരം ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും, അതിനുശേഷം ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ, പിന്നെ കമേഴ്ഷ്യൽ സെല്ലായിട്ടുള്ള ബാറ്ററി. അപ്പൊ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിഡോക്സ് റിയാക്ഷന്റെ ഈ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഗാൽവാനിക് സെല്ലും, അതുപോലെ നടക്കാത്ത നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിഡോക്സ് റിയാക്ഷനെ കറണ്ട് കൊടുത്തുകൊണ്ട് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എല്ലാം നടത്തുന്ന സെല്ല് വിച്ച് കോൾഡ് ബോട്ട് ഇലക്ട്രോലിറ്റിക് സെൽ. ഇങ്ങനെ 2 ടൈപ്പ് ഇലക്ട്രോ കെമിക്കൽ സെൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗാൽവാനിക് സെൽ. ദ സെക്കൻഡ് വൺ ഈസ് സിംപ്ലി കോൾഡ് വാട്ട് ഇലക്ട്രോലിറ്റിക് സെൽ. റെഡി? നമുക്ക് ആദ്യം ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗാൽവാനിക് സെല്ലാണ് നിങ്ങൾക്ക് അറിയാം, ഡാനിയൽ സെല്ല്. ഗാൽവാനിക് സെല്ലിന്റെ അകത്ത് 2 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും, ആനോഡ് കമ്പാർട്ട്മെന്റും കാഥോഡ് കമ്പാർട്ട്മെന്റും. ഇതിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും. നിങ്ങൾക്ക് ഡാനിയൽ സെൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ അറിയുന്നുണ്ടാവും. സിങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നു, സോ സിങ്കിന്റെ അകത്ത് 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, സിങ്കിന്റെ ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു. അതേസമയം റിഡക്ഷന് വേണ്ടി കോപ്പറിന് ഇലക്ട്രോൺ വേണം. സൊല്യൂഷനിലുള്ള കോപ്പർ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺ എവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? കാഥോഡിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി എവിടെ നടക്കുന്നത്? ഈ പറയപ്പെടുന്ന ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന. അപ്പോൾ ഓക്സിഡേഷൻ പ്രൊഡക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഇലക്ട്രോൺ ഫ്ലോ എൻഷുർ ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ നടക്കണമെങ്കിൽ ഈ പറയപ്പെടുന്ന സാൾബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ കൂടെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം. എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ സർക്യൂട്ടിലൂടെ സാൾബ്രിഡ്ജിൽ നമ്മൾ ഫിൽ ചെയ്തിട്ടുള്ള ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സ് കാറ്റയോണും ആനിയോണും ആയിട്ട് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും. ഈ പറയപ്പെടുന്ന ഡാനിയൽ സെല്ലിലെ ലെഫ്റ്റ് സൈഡിൽ അഥവാ ഓക്സിഡേഷൻ ഹാഫിൽ നടക്കുന്നത് സിങ്ക് Zn2+ ആവുകയും റിഡക്ഷൻ ഹാഫിൽ നടക്കുന്നത് Cu2+, 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് സി ആവുകയും ചെയ്യും. രണ്ടോടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടും. ഓവറോൾ റിയാക്ഷൻ ആണ് Zn plus Cu2+ gives Zn2++ Cu. നമ്മൾ പെട്ടെന്ന് തിയറി പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഡാനിയൽ സെല്ല് നിങ്ങൾക്ക് അറിയാം, ഡാനിയൽ സെല്ല് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 1.10 EMF ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്കിനി ഏതൊരു ഗാൽവാനിക് സെല്ലിനെയും നമുക്കൊരു പ്രത്യേക രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിൽ ആനോഡ് സൊല്യൂഷനും കാഥോഡ് സൊല്യൂഷനും മെൻഷൻ ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഓർഡർ വരുന്നത് ആനോഡിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആനോഡിന്റെ ഇലക്ട്രോലൈറ്റ്, ദെൻ കാഥോഡ് ഇലക്ട്രോലൈറ്റ്, ഫോളോഡ് ബൈ വാട്ട്? കാഥോഡ്. ഓക്കെ, അത് നമ്മൾ ഡാനിയൽ സെല്ലിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആനോഡ് ആരാ? സിങ്ക് അല്ലേ. ആനോഡ് സൊല്യൂഷൻ ആരാ? Zn2+. സോ Zn2+, followed by cathode solution Cu2+, cathode Cu ആണ്. സോ Cu2+ bar Cu. ഓക്കെ, നമുക്കൊരു സെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോഡ് ഉണ്ടെങ്കിൽ, ഇലക്ട്രോഡ് മീൻസ് ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അതിന്റെ സൊല്യൂഷനിൽ തന്നെ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് പൊട്ടൻഷ്യൽ ഇസ് സിംപ്ലി കോൾഡ് വാട്ട്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഫോർ എക്സാമ്പിൾ, സിങ്കിന് ഞാൻ Zn2+ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും സിങ്കും Zn2+ സൊല്യൂഷൻ തമ്മിൽ. അതിനാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അവിടെ നടക്കുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, റിഡക്ഷൻ ആണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. IUPAC കൺവെൻഷൻ പ്രകാരം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കാൻ പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ആയിരിക്കും, അല്ലെ? കേട്ടിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ് എടുക്കുക. അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റെഡിയാണ്? നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പരിമിതികൾ നിങ്ങൾക്ക് അറിയാം. സോ നമുക്കിതിനെ കപ്പിൾ ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കപ്പിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസ് ഇലക്ട്രോഡിന്റെ പേരാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. കാണാൻ പറ്റുന്നുണ്ട്. ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഫ്ലെക്സിബിൾ ആണ്, ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഫ്ലെക്സിബിൾ ആണ്, കാഥോഡ് ആവാം, ആനോഡ് ആവാം. ഓക്കെ, ഈ ഷി എന്ന് പറയുന്ന ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഒരുപാട് ആളുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു.
കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ മോസ്റ്റ് നെഗറ്റീവിൽ നിന്നും മോസ്റ്റ് പോസിറ്റീവിലേക്ക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സീരീസ് ഓഫ് അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഇലക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന ലിത്തിയം ഉണ്ട്. മോസ്റ്റ് പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന ഫ്ലൂറിനുണ്ട്. സോ മോസ്റ്റ് നെഗറ്റീവിൽ നിന്നും മോസ്റ്റ് പോസിറ്റീവിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കാം. നെഗറ്റീവ് അല്ലെങ്കിൽ ഒരാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഭയങ്കര നെഗറ്റീവ് ആണ്, ലോ വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഇയാൾക്ക് റിഡക്ഷനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. റിഡക്ഷനുള്ള ടെൻഡൻസി വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ റിഡക്ഷനുള്ള ടെൻഡൻസിയും കുറവാണ്. റിഡക്ഷനുള്ള ടെൻഡൻസി കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്തിനുള്ള ടെൻഡൻസി ഉള്ളത്? ഓക്സിഡേഷനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പൊ ഇയാള് അടിപൊളിയായിട്ട് എന്ത് നടക്കുന്ന അർത്ഥം? ഓക്സിഡേഷൻ നടക്കുന്ന അർത്ഥം. അടിപൊളിയായിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന ആൾ നല്ലൊരു അടിപൊളി ആനോഡ് ആയിരിക്കും, ബെറ്റർ ആനോഡ് ആയിരിക്കും. ആണോ? ബെറ്റർ ആനോഡ് ആയിരിക്കും. ഓക്സിഡേഷൻ അടിപൊളിയായി നടക്കുന്ന ഒരാൾ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ആൾക്ക് റെഡ്യൂസിങ് പവർ വളരെ കൂടുതലായിരിക്കും. റെഡ്യൂസിങ് പവർ വളരെ കൂടുതലായിരിക്കും. ഓക്കെ ആണെന്ന് വരുന്നു. ഇലക്ട്രോണെ ലോസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ പറയപ്പെടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്ക്. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിട്ട് കിട്ടിയ ആളുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട, ആൾക്ക് ഈസി ആയിട്ട് ഓക്സിഡേഷൻ നടക്കും, നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും, ഹൈ റെഡ്യൂസിങ് പവർ ആയിരിക്കും. ഹി ക്യാൻ ഡിസ്പ്ലേസ് എനി അതർ സ്പീഷീസ് ബൈ ലൂസിങ് ഇലക്ട്രോൺ. ഓക്കെ, ഇതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആവണമെങ്കിൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ ഹൈ ടെൻഡൻസി ഫോർ റിഡക്ഷൻ ആയിരിക്കും, ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും, ഹൈ ഓക്സിഡൈസിങ് പവർ ആയിരിക്കും, ബെറ്റർ കാഥോഡ് ആയിരിക്കും. ഹി ക്യാൻ ഡിസ്പ്ലേസ് എനി അതേഴ്സ് ബൈ ഗെയിനിങ് ഇലക്ട്രോൺ. ഇതൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്. ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഏത് രണ്ട് എലമെന്റ്സിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഗാൽവാനിക് സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഫോർമുലയാണ്. ഇതിൽ ഞാൻ പറഞ്ഞു, താരതമ്യേന ഹൈ വാല്യൂ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന ആള് നമ്മൾ കാഥോഡായിട്ടും, ലോ വാല്യൂ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന ആൾ നമ്മൾ ആനോഡായിട്ടും ഡിസൈൻ ചെയ്യും. അങ്ങനെ ആ കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നിന്നും ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന സെല്ലിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോർമലി കാഥോഡ് റൈറ്റിലും ആനോഡ് ലെഫ്റ്റിലും ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്നും പറയാം. ഓക്കെ, അപ്പൊ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. റെഡി? മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഭാഗം കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ഭാഗം തീരും. അത് നേഴ്സ്റ്റ് ഇക്വേഷൻ ആണ്. നേഴ്സ്റ്റ് ഇക്വേഷൻ സിംപ്ലി പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കോൺസെൻട്രേഷനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ്. ഇലക്ട്രോലൈറ്റിക് കോൺസെൻട്രേഷനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ്. ഇപ്പൊ എന്റെ കയ്യിൽ എനിക്ക് രണ്ട് തരം റിയാക്ഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് സെൽ റിയാക്ഷൻ ആണ്. സെൽ റിയാക്ഷൻ ഞാൻ നിങ്ങളോട് മുന്നേ കാണിച്ച പോലെ ഒരു ഗാൽവാനിക് സെല്ലിന്റെ അകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന രണ്ട് സെൽ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓവറോൾ റിയാക്ഷൻ ഇല്ലേ, ഇതുപോലത്തെ റിയാക്ഷൻ, ഇതിനെയാണ് നമ്മൾ സെൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ സെൽ റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.0591/n ലോഗ് ഓഫ്, ഈ സെൽ റിയാക്ഷൻ ഒരു റിയാക്ടന്റ് ഗീവ്സ് പ്രൊഡക്റ്റ് എന്ന ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇതാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ ഫോർ വാട്ട്? സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഗാൽവാനിക് സെല്ലിന്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടണം. ഏത്? E0 സെൽ. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ? ഞാൻ നേരത്തെ പറഞ്ഞു, അതിലുള്ള കാഥോഡിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈ പറയപ്പെടുന്ന ഓവറോൾ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് നമ്മൾ N എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഡാനിയൽ സെൽ നമ്മൾ കണ്ടു, രണ്ടെണ്ണം ഗെയിൻ ചെയ്യുകയും രണ്ടെണ്ണം ലോസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ്. ആ രണ്ടാണ് നമ്മൾ ഈ പറയപ്പെടുന്ന N ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്റെ റിയാക്ഷൻ ഡാനിയൽ സെൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് Cu. അപ്പൊ ഇതിൽ റിയാക്ടന്റ് ആരാ മക്കളെ? ഇതിൽ റിയാക്ടൻ എന്ന് പറയുന്നത് Cu2 പ്ലസ് ആണ്. അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇതിലെ പ്രൊഡക്റ്റ് ആരാ മക്കളെ? Zn2 പ്ലസ് ആണ്. നിങ്ങൾ ഇതിലെ അയോൺസിന്റെയും ഗ്യാഷ്യസ് സ്പീഷീസിന്റെയും മാത്രം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് മാസ് ലോഗിന്റെ കൂടെ എടുത്താൽ മതി.
സോളിഡ് ആയിട്ടുള്ള ആളുകളുടെ, അതായത് സിങ്കിന്റെ നമ്മൾ വാല്യൂ 1 ആണ് എടുക്കുക, കോപ്പറിന്റെ വാല്യൂ എന്താ എടുക്കുക, 1 ആണ് എടുക്കുക. ഇതാണ് നെൻസ്റ്റ് ഇക്വേഷൻ ഫോർ വാട്ട് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതേ സമയം എനിക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ ഇലക്ട്രോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ പരിഗണിക്കണം. ഓക്കെ, റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിഡക്ഷൻ റിയാക്ഷന്റെ സ്റ്റൈല് ഇപ്പോൾ എം എൻ പ്ലസ് എൻ ഇലക്ട്രോൺ ഗീവ്സ് വാട്ട് എം. ഇതാണ് റിഡക്ഷൻ റിയാക്ഷന്റെ സ്റ്റൈൽ വരുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏതാണ്ട് സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്ത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ELE ഈക്വൽ ടു E0 ELE പ്ലസ് 0.0591 ബൈ എൻ log of reactant by product. അപ്പൊ ELE എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E0 ELE എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്ത റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഇതിലെ റിയാക്റ്റും പ്രൊഡക്റ്റും നിങ്ങൾ നോക്കി പറഞ്ഞ്, ഇതിലെ റിയാക്ടന്റ് ആരാ, Mn പ്ലസ്. ഓക്കെ, ഇതിലെ പ്രൊഡക്റ്റ് ആരാ, എം ഒരു സോളിഡ് ആണെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് 1 ആയിട്ട് എടുക്കാം. അപ്പൊ ഇതാണ് നെൻസ്റ്റ് ഇക്വേഷൻ ഫോർ വാട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇതിനെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒക്കെ കൊടുത്തു. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ സെൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. നിങ്ങൾ ഇതിനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് E0 സെൽ ഇസ് ഈക്വൽ ടു 0.0591 ബൈ എൻ log ഓഫ് കെ എന്ന് കിട്ടും. അപ്പോൾ E0 സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ, ലോഗ് കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും സെൽ പൊട്ടൻഷ്യലും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഗിബ്സ് എനർജിയുമായിട്ട് ഇതിന് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഗിബ്സ് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് NFE എന്ന രൂപത്തിലാണ് നമുക്ക് ഇക്വേഷൻ കാണാൻ പറ്റുക. ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ഇൻറ്റു എഫ് മീൻസ് ഇറ്റ്സ് സിംപ്ലി കോൾഡ് ഫാരഡ് കോൺസ്റ്റന്റ് 96500. ഇ മീൻസ് അത് സെല്ലിന്റെ പൊട്ടൻഷ്യൽ ആണ് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ ആണ്. നിങ്ങൾ ഏത് റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന ഇ ആണ് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏത് റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് ആ റിയാക്ഷന്റെ ഇ. സെൽ റിയാക്ഷൻ ആണെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് റിയാക്ഷൻ ആണെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഈ ഡെൽറ്റ ജി നോട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് കാണണമെങ്കിൽ അത് മൈനസ് NFE0 ആയിട്ട് മാറും. -NFE0. റെഡി? ഇത്രയാണ് നമുക്ക് ഗാൽവാനിക് സെല്ലിന്റെ തിയറി ആയിട്ട് ക്വിക്കായിട്ട് പറയുന്നത്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഫോർ എ റിയാക്ഷൻ A plus B2 plus gives B plus A2 plus at 25 degree Celsius, ഇതിന്റെ പൊട്ടൻഷ്യൽ 0.2955 എന്ന് വന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ പറയപ്പെടുന്ന നെക്സ്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇക്വേഷൻ പറ, E0 is equal to 0.0591 by n log of k. E0 വാല്യൂ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, 0.2955 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 0.0591 ബൈ n എന്ന് പറയുന്നത് ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ്. അഥവാ ലോസ് ചെയ്ത ഇലക്ട്രോൺ എടുക്കാം, ഗെയിൻ ചെയ്ത ഇലക്ട്രോൺ എടുക്കാം, രണ്ടും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. അപ്പൊ ലോസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് A0യിൽ നിന്നും +2ലേക്ക് പോയപ്പോൾ 2 ലോസ് ചെയ്തു എന്ന സെൻസിൽ എടുക്കാം, അല്ലെങ്കിൽ ഗെയിൻ ചെയ്താണ് എടുക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. B2 പ്ലസ് ബിയിലേക്ക് വന്ന സമയത്ത് 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഗെയിൻ ചെയ്തു എന്ന രീതിയിൽ എടുത്താലും 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഈക്വൽ ടു ലോഗ് ഓഫ് കെ, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇത് 0.591 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 0.0591 ലോഗ് കെ എന്നായി. ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ 10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ലോഗ് കെയുടെ ആൻസർ 10 എന്ന് കിട്ടി അല്ലെ? എന്താ കിട്ടിയ? ലോഗ് കെ ഈക്വൽ ടു, നോക്കിയടാ, ലോഗ് കെ ഈക്വൽ ടു 10 എന്നായി. ലോഗ് കെ 10 ആണെങ്കിൽ കെ ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് 10 എന്നാ പറയാ. ആന്റി ലോഗ് എന്ന് പറഞ്ഞാൽ 10 പവർ 10 വരിക. സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ എഴുതുന്നത്. ക്വസ്റ്റ്യൻ ഓക്കെ നമ്മൾ എഴുതും. മുന്നോട്ടേക്ക് പോവാം. ക്വസ്റ്റ്യൻ, EMF of the following galvanic cell is highest in, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഹയസ്റ്റ് ഇൻ, ഏറ്റവും അധികം EMF വരുന്ന ഇത് നാലും ഒരേ ഗാൽവാനിക് സെല്ലാണ്, ഡാനിയൽ സെല്ലാണ് അല്ലെ? അതിൽ ഏറ്റവും EMF വരുന്ന കേസ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സെല്ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കമ്പയർ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഇത് ഡാനിയൽ സെൽ ആയതുകൊണ്ട് ഇതിന്റെ റിയാക്ഷൻ നമുക്കറിയാലോ. Zn gives Zn2 plus 2 electron, Cu2 plus 2 electron gives Cu. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട്
Zn plus Cu2 plus gives Zn2 plus Cu എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിലെ റിയാക്ടന്റ് ആരാണ്? ഇയാളാണ്. പ്രൊഡക്റ്റ് ആരാണ്? Zn2 plus ആണ്. ഓക്കെ ആണെന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇ സെൽ എന്ന് പറയുന്നത് E0 സെൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. നമുക്കറിയാം ഡാനിയൽ സെൽ ആണെങ്കിൽ 1.1 ആണ് വരിക. This is equal to 0.06. 0.0591 നിങ്ങൾക്ക് 0.06 എടുക്കാം, നോ പ്രോബ്ലം. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ഡാനിയൽ സെൽ 2 ആണ്. ലോഗ് ഓഫ് റിയാക്ടന്റ് ആരാ? Cu2 പ്ലസ് ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് ആരാ? Zn2 പ്ലസ്. നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടാണ് 4 ചോയ്സസ് അനലൈസ് ചെയ്യാൻ പോണേ. അതിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടണം. ഇതൊരു കോൺസ്റ്റന്റ് ഫിഗർ ആണ് അല്ലേ? ഇതൊരു കോൺസ്റ്റന്റ് ഫിഗർ ആണ്, ഇതും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇ സെൽ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന Cu2 പ്ലസ് ബൈ Zn2 പ്ലസ് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. Cu2 പ്ലസ് ബൈ Zn2 പ്ലസ് ഹൈ വാല്യൂ ആണെങ്കിൽ ലോഗ് ഓഫ് Cu2 പ്ലസ് ബൈ Zn2 പ്ലസ് വളരെ ഹൈ ആയിരിക്കും, വിച്ച് ഇൻഡിക്കേറ്റിംഗ് ഇ സെല്ലും ഭയങ്കര ഹൈ ആയിരിക്കും. റെഡി? അപ്പോ Cu2 പ്ലസ് ബൈ Zn2 പ്ലസ് സിംപ്ലി ഇ സെൽ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഷ്യോ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ബൈ Zn2 പ്ലസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ Cu2 പ്ലസ് ബൈ Zn2 പ്ലസ് ഏതിലാണോ ഹൈ അതിലായിരിക്കും ഈ സെൽ ഭയങ്കര കൂടുതലായിട്ടുണ്ടാവുക. ഇതൊരു കമ്പാരിസൺ ക്വസ്റ്റൻ ആണ്, കാൽക്കുലേഷൻ അല്ല, നിങ്ങൾ ഫുള്ളി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇതിലത് 1/1 ആ വരുന്നത്, ഇതിലത് 1/0.1 ആ വരുന്നത്, ഇതിലത് 0.1/1 ആ വരുന്നത്, ഇതിലത് 0.1/0.1 ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് സെക്കൻഡ് ഓപ്ഷനിലായിരിക്കും. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ ഹൈസ്റ്റ് EMF in this case is in the second option. Okay, മുന്നോട്ടേക്ക് പോവാം. A cell reaction would be spontaneous if the cell potential and delta G are respectively. Delta G യും സെൽ പൊട്ടൻഷ്യലും ഡെൽറ്റ ജിയുടെ വാല്യൂ സെൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ, സെൽ പൊട്ടൻഷ്യൽ മീൻസ് ഈ സെൽ അല്ലേ, ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ നോക്കിയിട്ട് സ്പോണ്ടേനിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞത്. തെർമോഡൈനാമിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്താവണം? നെഗറ്റീവ് ആവണം. റെഡി? ഡെൽറ്റ ജിയെ കുറച്ചു നേരം മുന്നേ നമ്മൾ കണക്ട് ചെയ്തിരുന്നു. ഡെൽറ്റ ജി മൈനസ് NFE എന്ന് പറഞ്ഞു. അപ്പോ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്ന മൊമെന്റിൽ ഈ വാല്യൂ എന്താവണം? പോസിറ്റീവ് ആവണം എന്നുള്ളതാണ്. റെഡി? അപ്പോൾ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ, ഒരു ഗാൽവാനിക് സെല്ലിന്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? സ്പോണ്ടേനിയസ് എന്ന് വിളിക്കാം. അതേസമയം ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, അപ്പോഴും സ്പോണ്ടേനിയസ് എന്ന് വിളിക്കാൻ പറ്റും. സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണോ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ ഐ വിൽ പ്രിഫർ ദ ഫസ്റ്റ് ഓപ്ഷൻ. മുന്നോട്ടേക്ക് പോവാം. അടുത്തത് നിങ്ങൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹാഫ് റിയാക്ഷൻസിന്റെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. നെഗറ്റീവ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. നിങ്ങളോട് സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിഡക്ഷൻ പൊട്ടൻഷ്യൽ മോർ നെഗറ്റീവ് ആണെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദർ ഇസ് നോ ടെൻഡൻസി ഫോർ റിഡക്ഷൻ, ഗുഡ് ടെൻഡൻസി ഫോർ ഓക്സിഡേഷൻ, ഹാവ് ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. സോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കും ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. അത് ഇതിൽ ആക്ച്വലി ആരാണ്? സിങ്ക് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ പ്രിഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫോളോയിങ് ഹാഫ് സെൽ അറ്റ് 298 Kelvin. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെല്ല് തന്നിട്ടുണ്ട്. എക്സും X2 പ്ലസ് എന്ന് പറയുന്ന ആനോഡ് പാർട്ടും Y2 പ്ലസ് Y എന്ന് പറയുന്ന കാഥോഡ് പാർട്ടും കൂടിയിട്ടുള്ള സെല്ല്. അതിന്റെ പൊട്ടൻഷ്യൽ 2 ഹാഫ് സെല്ല് കൂടിയതാണ്. അതിന്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആ 2 ഹാഫിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സെൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യണം. സെൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ആനോഡിലെ X2 പ്ലസ് ആയിട്ട് മാറുന്നു ബൈ ലോസിങ് 2 ഇലക്ട്രോൺ. കാഥോഡിലെ Y2 പ്ലസ് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Y ആയിട്ട് മാറുന്നു. സോ X പ്ലസ് Y2 പ്ലസ് ഗിവ്സ് X2 പ്ലസ് പ്ലസ് Y. അപ്പോൾ എൻ്റെ റിയാക്ടൻ എന്ന് പറയുന്നത് Y2 പ്ലസും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരുമാണ്? X2 പ്ലസ് ആയിട്ട് മാറി. ഇതിന്റെ E0 സെല്ല് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എനിക്ക് കിട്ടണം. E0 സെൽ എന്ന് പറയുന്നത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ്. റൈറ്റ് സൈഡിലുള്ള ആളാണ് കാഥോഡ്. അപ്പോൾ ഇതാണ് കാഥോഡ്. അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ ആനോഡ് പൊട്ടൻഷ്യൽ സബ്സ്ട്രാക്ട് ചെയ്യാം. സോ 0.36 മൈനസ് 2.36 ആൻഡ് ദാറ്റ് വിൽ ബി 2.72. ഇനി നമ്മുടെ നെർൻസ്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയ? 2.72 പ്ലസ് 0.06 ബൈ ഇലക്ട്രോൺ ഇൻവോൾവ് ആയിട്ടുള്ളത് നമ്മൾ നമുക്കറിയാം 2 ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ലോഗ് ഓഫ് എന്താണ്? Y2 പ്ലസ് ബൈ X2 പ്ലസ് റിയാക്ടൻ ബൈ പ്രൊഡക്റ്റ് Y2 പ്ലസ് ബൈ X2 പ്ലസ്. Y2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ 10⁻⁻2 ആണ് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ X2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ 10⁻⁻3 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ലോഗ് ഓഫ് 10 ആയി മാറും. അത് 1 ആയിരിക്കും. ഇത് കട്ട് ചെയ്താൽ 0.03 വരും. അപ്പോൾ 2.72 പ്ലസ് 0.03 ആൻസർ ആവും 2.75 എടുക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവും. സോ ഇത്രയും പാർട്ടുകളാണ് ഏതും
ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആണ്. ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടൻസ് അത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കണ്ടക്ടിവിറ്റി സെല്ല്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കണ്ടക്ടിവിറ്റി സെല്ല്. ഇതിൽ നമ്മൾ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എടുത്തുകൊണ്ട് നമ്മൾ അതിന്റെ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി പറയപ്പെടുന്ന ടേംസ് എല്ലാം ഈ പറയപ്പെടുന്ന എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജും കൂടെ ഈ കണ്ടക്ടിവിറ്റി സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേംസും കാൽക്കുലേഷനും ക്വസ്റ്റിനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഒരു ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല R ഈക്വൽ ടു റോയൽ ബൈ എ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് വരുന്നത് ഓം ആയിരിക്കും അല്ലെ. അതിന്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ ഈക്വൽ ടു RA/L ആണ്. റോ ഈക്വൽ ടു RA/L. യൂണിറ്റ് എന്ന് പറയുന്നത് ഓം സെന്റിമീറ്റർ അല്ലെങ്കിൽ ഓം മീറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിന്റെ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് 1/R ആണ്. 1/R എന്ന് പറയുന്നത് 1/R എന്താ വരിക? A/ρ അല്ല വരിക. A/ρ. ഇതിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് വരും അല്ലെങ്കിൽ സൈമൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടക്ടിവിറ്റി കപ്പ ദാറ്റ് ഈസ് സിംപ്ലി 1/ρ. 1/ρ ആണ് വരിക. 1/ρ ഈസ് L/RA. L/RA will be GL/A. GL/A we can write it as G star. G star. G star എന്ന് പറയുന്നത് ഈ കണ്ടക്ടിവിറ്റി സെല്ലിലെ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് L. അതിന്റെ ഇലക്ട്രോണിന്റെ ഏരിയ ആണ് എന്ത്? ഇലക്ട്രോലൈറ്റ് ഫിൽ ചെയ്ത ഏരിയ ആണ് A. ഇത് രണ്ടും കൂടെ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് G star. G star is simply L/A, or G star is also calculated by the equation kappa conductivity times resistance. Okay. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത് സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഓർ സീമൻ മീറ്റർ ഇൻവേഴ്സ്. സെൽ കോൺസ്റ്റിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് ലെങ്ത്തിന്റെ ഇൻവേഴ്സ് എടുക്കാം, സെന്റിമീറ്റർ ഇൻവേഴ്സ് വരാം. സോ എക്സ്പ്രഷൻസ് എല്ലാം പഠിക്കണം. ഇതെല്ലാം നമ്മൾ ബേസിക് ടേംസ് കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നത് മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞ ടേം ആണ്. മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഇലക്ട്രോലൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എത്ര വോളിയത്തിലായിക്കോട്ടെ, ഹൈ വോളിയത്തിലായിക്കോട്ടെ, ലോ വോളിയത്തിലായിക്കോട്ടെ, നോ മാറ്റർ, ഒരു മോൾ ഇലക്ട്രോലൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന കണ്ടക്ടൻസിനെ പറയുന്ന പേരാണ് മോളാർ കണ്ടക്ടൻസ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ സ്പെസിഫിക് കണ്ടക്ടൻസ് ഇൻറ്റു വോളിയം ഓഫ് ദ ഇലക്ട്രോലൈറ്റ് വിച്ച് കണ്ടെയ്ൻ 1 മോൾ. ഓക്കെ. സോ ലാംഡ m is equal to കാപ്പ ഇൻറ്റു VM എന്ന് പറയാൻ പറ്റും. സ്പെസിഫിക് കണ്ടക്ടൻസും അഥവാ കണ്ടക്ടിവിറ്റിയും ഒരു മോൾ ഇലക്ട്രോലൈറ്റിന്റെ വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മോളാർ കണ്ടക്ടൻസ് ആയി മാറും. റെഡി? ഇനി മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റ് ഫോർമുല എന്ന് പറയുന്നത് 1000 ടൈംസ് കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. 1000 ടൈംസ് കാപ്പ ഡിവൈഡ് ബൈ മൊളാരിറ്റി. ഇവിടെ കാപ്പ സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് 10⁻³ ടൈംസ് കാപ്പ ഡിവൈഡ് ബൈ മൊളാരിറ്റി ഉപയോഗിക്കും. ഇവിടെ കാപ്പ സീമൻ മീറ്റർ ഇൻവേഴ്സിലായിരിക്കണം എന്ന കണ്ടീഷൻസ് ആണ് മാറുന്നത്. ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി രണ്ട് ടൈപ്പ് കണ്ടക്ഷൻ ഉള്ളത്. ഒരു മെറ്റൽ വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മെറ്റാലിക് കണ്ടക്ഷനും, ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അതിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ പറ്റും. അത് അയോൺ സൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് സിംപ്ലി കോൾഡ് അയണിക് കണ്ടക്ഷൻ ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആണ്. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ടെക്സ്റ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ പഠിക്കണം. ഏത് ഇലക്ട്രോലൈറ്റ് ആണോ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ആ ഇലക്ട്രോലൈറ്റിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് നിങ്ങളുടെ സൊല്യൂഷനിൽ എന്തോരം സോൾവേറ്റ് ചെയ്യും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കുന്ന സോൾവെന്റിന്റെ നേച്ചർ, വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ഈ പറയപ്പെടുന്ന അയണിക് കണ്ടക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതൊന്ന് ശ്രദ്ധയിൽ ഉണ്ടായിക്കോട്ടെ. നമുക്ക് ഇനി പറയാനുള്ളത് മോളാർ കണ്ടക്ടിവിറ്റി. രണ്ട് ടൈപ്പ് കണ്ടക്ടിവിറ്റി ആണല്ലോ പറഞ്ഞല്ലേ. ഒന്ന് കാപ്പ, രണ്ട് ലാംഡ m. ഇത് രണ്ടും കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെയാണ് മാറുന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മോളാർ കാപ്പയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ കാപ്പ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. നിങ്ങൾ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ സ്പെസിഫിക് കണ്ടക്ടൻസ് കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡയലൂഷൻ ആണ് കൂട്ടുന്നെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് കുറയും. ഇതാണ് റിലേഷൻ. ഓക്കെ. നിങ്ങൾ കോൺസെൻട്രേഷൻ കൂട്ടുന്ന സമയത്ത് 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് അയോൺസ് ഇൻ 1 സെന്റിമീറ്റർ ക്യൂബ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞതിന് ഞാൻ ഒന്നും കൂടെ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ക്യൂബ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസ് ആണ്. 1 സെന്റിമീറ്റർ ക്യൂബ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസിന്റെ പേരാണ് കണ്ടക്ടിവിറ്റി എങ്കിൽ 1 മോളിന്റെ കണ്ടക്ടൻസിന്റെ പേരാണിത് മോളാർ കണ്ടക്ടൻസ്. ഓക്കെ. അപ്പോ നിങ്ങൾ
കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള നമ്പർ ഓഫ് അയോൺസ് കൂടുകയും അതിന്റെ ഭാഗമായിട്ട് സ്പെസിഫിക് കണ്ടക്ടൻസ് കൂടുക എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന റിലേഷന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. അതേസമയം മോളാർ കണ്ടക്ടൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മോളാർ കണ്ടക്ടൻസ് ഇസ് സിംപ്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് ദിസ് ഇസ് സിംപ്ലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയലൂഷൻ എന്നാ പറയാ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൂട്ടുന്ന സമയത്ത് ഒരു മോൾ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നിങ്ങൾ കുറയ്ക്കുന്ന സമയത്ത് ഒരു മോൾ ഇലക്ട്രോലൈറ്റിന് കിട്ടുന്ന വോള്യം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, വോള്യം വളരെ കൂടുതലായിരിക്കും. വോള്യം കൂടുന്നതുകൊണ്ട് ലാംഡയം എന്താവും, കൂടും എന്നാണ് പറയുന്നത്. കാരണം ലാംഡയം ഇസ് ഈക്വൽ ടു കപ്പ ഇൻറ്റു വി എം ആണ്. ഒരു മോൾ ഇലക്ട്രോലൈറ്റിന്റെ വോള്യം കൂടി കഴിഞ്ഞാൽ ലാംഡയം സ്വാഭാവികമായിട്ടും കൂടും. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇതാണ് മോളാർ കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള മോളാർ കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ അനുസരിച്ചുള്ള വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും മോളാർ കണ്ടക്ടൻസും കോൺസെൻട്രേഷൻ തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടെക്സ്റ്റിന്റെ അകത്ത് തന്നിട്ടുണ്ട്. ഒരു ആക്സിൽ മോളാർ കണ്ടക്ടൻസും ഒരു ആക്സിൽ കോൺസെൻട്രേഷൻ ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കോൺസെൻട്രേഷൻ കൂടുന്തോറും മോളാർ കണ്ടക്ടൻസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതൊരു ലീനിയർ വേരിയേഷൻ ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആദ്യം നല്ലോണം കുറയും, ലാസ്റ്റ് ആകുമ്പോഴേക്ക് കുറച്ചായിരിക്കും കുറയുന്നുണ്ടാവുക. ഇതാണ് ഗ്രാഫിന്റെ സ്റ്റൈല്. എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്, ലീനിയർ ഗ്രാഫാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലീനിയർ ഗ്രാഫ് നമ്മൾ y=c-mx കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്. ഈ ഇക്വേഷൻ ആണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താ പറയണേ? ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഇക്വേഷന്റെ പേര് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ലാംഡ m equal to ലാംഡ m0 minus a root c or a c raised to half എന്നൊക്കെ പറയാം. ലാംഡ എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടൻസ് ആണ്. ലാംഡ m0 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ആണ്. മോളാർ കണ്ടക്ടൻസിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ്. എ ഒരു കോൺസ്റ്റന്റ് ആണ്. c raised to half root c എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. ഇത് നമ്മൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ് പറഞ്ഞത്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓർ മോളാർ കണ്ടക്ടൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ വേരിയേഷൻ കാണാം, അത് ലാംഡ m0 കാണാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ കോൾറേഷ്യസ് ലോ എന്ന് പറയുന്ന ലോയുടെ സഹായത്തോടു കൂടിയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോയുടെ പേരാണ് കോൾറേഷ്യസ് ലോ. കോൾറേഷ്യസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് മോളാർ കണ്ടക്ടൻസ് ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊരു ഇലക്ട്രോലൈറ്റും നമുക്ക് വേണമെങ്കിൽ കോൾറേഷ്യസ് ലോ ഉപയോഗിക്കാം. കോൾറേഷ്യസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇൻഫിനിറ്റ് ഡയലൂഷനിൽ, സീറോ കോൺസെൻട്രേഷനിൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് എന്താണ്, അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിലുള്ള കാറ്റയോന്റെ മോളാർ കണ്ടക്ടൻസും ആനോന്റെ മോളാർ കണ്ടക്ടൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് കിട്ടും എന്നുള്ളതാണ് കോൾറേഷ്യസ് ലോ. ഓക്കെ, അപ്പോൾ മോളാർ കണ്ടക്ടൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ലാംഡ m0 എന്ന് പറയുന്നത് കാറ്റയോന്റെ മോളാർ കണ്ടക്ടൻസ് ഇൻറ്റു കാറ്റയോന്റെ നമ്പർ പ്ലസ് ആനോന്റെ മോളാർ കണ്ടക്ടൻസ് ഇൻറ്റു ആനോന്റെ നമ്പർ എന്നാ പറയാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ എനിക്ക് ലാംഡ m0 Al2SO4 ത്രൈസ് വേണം ഈ ഇലക്ട്രോലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ എത്ര കാറ്റയോൺ എത്ര ആനോൺ നമുക്കറിയണം. അപ്പോൾ Al2SO4 ത്രൈസ് സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് 2 Al3+ 3 SO4 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതില് എത്ര Al3+ ഉണ്ട്, എത്ര SO4 ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ മോളാർ കണ്ടക്ടൻസ് ഓഫ് Al3+ ഇൻറ്റു അതിന്റെ നമ്പർ, ഇതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓഫ് കാറ്റയോൺ, പ്ലസ് മോളാർ കണ്ടക്ടൻസ് ഓഫ് SO4 ഇൻറ്റു അതിന്റെ നമ്പർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് കോൾറേഷ്യസ് ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കോൾറേഷ്യസ് ലോയുടെ അപ്ലിക്കേഷനിൽ പെട്ട ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് ടു ഫൈൻഡ് ലാംഡ m0 ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കണ്ടു. കാരണം ഗ്രാഫ് എക്സ്പോണൻഷ്യലി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് കിട്ടൂല. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, കോൾറേഷ്യസ് ലോ ഉപയോഗിക്കാം. 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് തന്നാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ.
പിന്നെ അടുത്തതായിട്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. ഓക്കെ, അതുപോലെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ. ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മോളാർ കണ്ടക്ടൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ചെയ്താൽ മതി. കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സി കോൺസെൻട്രേഷൻ ഇൻറ്റു ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. ഇതിൽ ആൽഫ എന്ന് പറയുന്ന വാല്യൂ ലാംഡ എം ബൈ ലാംഡ എം നോട്ട് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് കോൾഡ്രേറ്റ്സ് ലോയുടെ എക്സ്പ്രഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാംഡ എം സീറോ ഓഫ് NaCl, HCl, NaA 126.4, 425.9, 100.5 ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഓരോ 3 ആളുകളുടെ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം സീറോ തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി ഓഫ് 0.01 മോളാർ HA. ഈ 0.01 മോളാർ HAയുടെ കണ്ടക്ടിവിറ്റി വാല്യൂ കാപ്പ വാല്യൂ തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മോളാർ കണ്ടക്ടൻസ് ഡിവൈഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ചെയ്യണം. മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1000 ഇൻറ്റു കാപ്പ വാല്യൂ സീമെൻ സെന്റിമീറ്റർ വേഴ്സിൽ തന്നുകൊണ്ട് 1000 കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ചെയ്യണം. 1000 കാപ്പ ഡിവൈഡ് ബൈ മൊളാരിറ്റി ഞാൻ ചെയ്യുമ്പോൾ 1000 ഇൻറ്റു കാപ്പ വാല്യൂ 5 × 10⁻⁻5 ആണ്. മൊളാരിറ്റി 10⁻³ ആണ് വരുന്നത്. കിട്ടി. ഡിവൈഡ് ബൈ ലാംഡ എം സീറോ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് HAയുടെ ലാംഡ എം സീറോ ഡയറക്ട്ലി അവർ തന്നിട്ടില്ല, പക്ഷെ 3 ആളുകളുടെ ലാംഡ എം സീറോ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് HAനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ NaCl തന്നിട്ടുണ്ട്, HCl തന്നിട്ടുണ്ട്, NaA തന്നിട്ടുണ്ട്. 100.5 425.9 126.4. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് HA ആണ്. അപ്പോൾ HClഉം Naയും കൂടെ ആഡ് ചെയ്തിട്ട് NaCl ആയിരുന്നു കുറച്ചാൽ മതി. കോൾഡ്രേറ്റ്സ് ഉപയോഗിച്ച് ഈ ടൈപ്പ് രൂപത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ്. അപ്പോൾ HClഉം Naയും ആഡ് ചെയ്യുക, അപ്പോൾ HA വരും. അതിന് NaCl എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 425.9 പ്ലസ് 100 മൈനസ് 126 ചെയ്താൽ നിയർലി 400 അടുത്ത ആൻസർ വരും. സോ ലാംഡ എം സീറോ ഓഫ് HA നമുക്ക് എത്ര പറയാം, 400 എന്ന് പറയാൻ പറ്റും. 400 ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കിട്ടും. ഓക്കെ, ഇതും കട്ടായി പോയി 10⁻⁻2 ബാക്കി വന്നു, -2 ബാക്കി അല്ലേ? 10⁻⁻2 ബാക്കി വന്നു, 10⁻⁻2 ബാക്കി വന്നു. ഓക്കെ, ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ 50 ഉണ്ടാവും. 50/400 0 കട്ടായി. 5/40. 5/40 is simply what? 1/8. 1/8 is 0.125. 0.1. ഓക്കെ, അപ്പോൾ വരുന്നത് 0.0125 അല്ല, 0.125. 0.125. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേ, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ആണ് തന്നിട്ടുള്ളത്. ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഗ്രാഫ് നമ്മൾ പറഞ്ഞു, സ്ട്രോങ്ങിന്റെ ഗ്രാഫ് ആണെങ്കിൽ ലീനിയർലി ഡിക്രീസ് ചെയ്യും, വീക്ക് ആണെങ്കിൽ എക്സ്പോണൻഷ്യലി ആണ്, എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് കാണാൻ പറ്റുന്നത്. ഇത് വീക്കിന്റെ ഗ്രാഫ് ആണ് അല്ലേ? അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആരാന്നുള്ളതാണ്. HCl സ്ട്രോങ് ആണ്, NaCl സ്ട്രോങ് ആണ്, KNO3 സ്ട്രോങ് ആണ്, വീക്കിന്റെ ഗ്രാഫ് ആണ്. സോ ഇത് CS3COHന്റെ ഗ്രാഫ് ആയിരിക്കും. മുന്നോട്ടേക്ക് പോവാണ്. കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കണ്ടക്ടിവിറ്റി ഡയലൂഷൻ കൂട്ടിയ കണ്ടക്ടിവിറ്റി കുറയും. നമ്പർ ഓഫ് അയൺ കൂടിയ കണ്ടക്ടിവിറ്റി എന്താവും? ഓക്കെ, കറണ്ട് ഡെൻസിറ്റി അല്ല, കറണ്ട് ഡെൻസിറ്റി ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര കറണ്ട് പാസ് ചെയ്യുന്നതാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലാണ് ഡിപ്പെൻഡ് ചെയ്യുക. മെറ്റീരിയലിനകത്ത് ഒരുപാട് നമ്പർ ഓഫ് അയോൺസ് ഉണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി എന്താവും? കൂടും. സോ നിങ്ങൾ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് ആണ് കൂടുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടക്ടിവിറ്റി കൂടാറ്. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് ബെറ്റർ. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. കണ്ടക്ടിവിറ്റി ഈസ് ഓൾവേസ് ഇൻക്രീസ് വിത്ത് ഡിഗ്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. അല്ല, കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മോളാർ കണ്ടക്ടിവിറ്റി ഓൾവേസ് ഇൻക്രീസ് വിത്ത് ഡിഗ്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അത് ഓക്കെയാണ്. മോളാർ കണ്ടക്ടൻസും കോൺസെൻട്രേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. S1 റോങ് ആണ്, S2 കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നുണ്ടാവുക. മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോലിസിസ്. ഓക്കെ, ഇലക്ട്രിസിറ്റി കൊടുത്ത് ഒരു നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലിസിസ്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോയുടെ പേരാണ് ഫാരഡേസ് ലോ. നിങ്ങൾ എന്തോരം കറണ്ട് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ പാസ് ചെയ്യുന്ന സർക്യൂട്ടിലൂടെ നിങ്ങൾ പാസ് ചെയ്യുന്ന ചാർജ്
കറണ്ട് ഫോർ എ പർട്ടിക്കുലർ ടൈം അത് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റ് കൂടും എന്നാണ് ഫാരഡേസ് ലോ പറയുന്നത്. ഫാരഡേ 2 ലോ പറയുന്നുണ്ട്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് mass of the amount of chemical reaction which occur at any electrode during electrolysis by the current is proportional to the quantity of electricity passed through that. Okay, which means എന്തോരം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് കറന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഡബ്ല്യു പ്രൊപ്പോർഷണൽ ടു ക്യൂ ഓർ ഡബ്ല്യു പ്രൊപ്പോർഷണൽ ടു ഐ ടി എന്ന് പറയാൻ പറ്റും. നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു ഇസഡ് ഐ ടി എന്നാവും. ഇതിനെ നമ്മൾ ഏറ്റവും മാക്സിമം എക്സ്പാൻഡ് ചെയ്ത ഫോർമുലയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 96500 ഇൻറ്റു ഐ ടി എന്നായി മാറും. ഇ ഡിവൈഡ് ബൈ 96500 ഇൻറ്റു ഐ ടി. ഇ എന്ന് പറയുന്നത് ഇക്വലന്റ് മാസ് ആണ്. ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആളുടെ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ചെയ്താൽ മതി. വാലൻസി ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്താൽ മതി. ഓക്കെ, 96500 എന്ന് പറയുന്നത് ഫാരഡ് കോൺസ്റ്റന്റ് ആണ്. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. 6.02 × 10⁻23 ഇൻറ്റു 1.6 × 10⁻19 ആണ്. ഓക്കെ, ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത് ഒരേ കറണ്ട് ആണ് നിങ്ങൾ പാസ് ചെയ്യുന്നതെങ്കിൽ, ഒരേ കറണ്ട് നിങ്ങൾ സീരീസിലി കണക്ട് ചെയ്ത ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിന്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റിന് അല്ലെങ്കിൽ ഇക്വലന്റ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് deposited in the first compartment divided by mass of substance deposited in the second compartment will be equal to E1 equivalent mass of the first compartment divided by equivalent mass of the second compartment. Okay, അല്ലെങ്കിൽ ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഉപയോഗിച്ച് തന്നെ സെക്കൻഡ് ലോയുടെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഫ്രം സ്റ്റോഷ്യോമെട്രി. നമ്മളിപ്പോൾ ഇക്വേഷനൊക്കെ പറഞ്ഞു, സ്റ്റോഷ്യോമെട്രി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രം സ്റ്റോഷ്യോമെട്രി ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് Mn പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് m എന്നാണെന്നിരിക്കട്ടെ. ഇവിടുത്തെ സ്റ്റോഷ്യോമെട്രിയിൽ ഇലക്ട്രോണിന്റെ സ്റ്റോഷ്യോമെട്രി എത്രയാടാ? ഇലക്ട്രോൺ എത്ര വരുന്നത്? 1. Mn പ്ലസിന്റെ സ്റ്റോഷ്യോമെട്രി കോഷ്യന്റ് 1. അപ്പൊ എനിക്കിവിടെ എന്താ പറയാൻ പറ്റുമെന്ന് അറിയോ? ഒരു മോൾ Mn പ്ലസ് റെഡ്യൂസ്ഡ് ആവും. ഒരു Mn പ്ലസ് റെഡ്യൂസ്ഡ് ആണെങ്കിൽ n ഇലക്ട്രോൺ വേണമെങ്കിൽ ഒരു മോൾ Mn പ്ലസ് റെഡ്യൂസ്ഡ് ആണെങ്കിൽ n ഫാരഡ് ആയിരിക്കും വേണ്ടി വരും. എത്ര വേണ്ടേ? n ഫാരഡ്. അതാണ് അവിടുത്തെ സ്റ്റോഷ്യോമെട്രി കണക്ഷൻ എന്ന് പറയുന്നത്. വേറെ റിയാക്ഷൻ കാണിക്കാം, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. നോക്ക്, എൻ്റെ കയ്യിൽ A2 എന്ന് പറയുന്ന ആളുണ്ട്. അയാളൊരു എക്സ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിരിക്കട്ടെ, ആൻഡ് ദാറ്റ് ഈസ് സിംപ്ലി കൺവേർട്ടഡ് ടു 2A-. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു A2ന് എക്സ് ഇലക്ട്രോൺ ആ വേണ്ടത്. അപ്പോൾ ഒരു മോൾ A2 അതിന് വേണ്ടി വരിക എക്സ് ഫാരഡ് ആയിരിക്കും. ഇതാണ് സ്റ്റോഷ്യോമെട്രി ഉപയോഗിച്ച് നമുക്ക് ഫാരഡേസ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. 1 ഫാരഡ് എന്ന് പറയുന്നത് 96500 കൂളം ആയിരിക്കും. 1 ഫാരഡ് എന്ന് പറയുന്നത് ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആയിരിക്കും. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണം. 3 farad of electricity passed through an aqueous solution of iron to bromide. അപ്പോൾ FeBr. The mass of iron is deposited. അപ്പോൾ നിങ്ങൾക്ക് പല രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങളുടെ ഫാരഡേയുടെ ഈ പറയുന്ന ഞാൻ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി സ്റ്റോഷ്യോമെട്രി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അയൺ ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അയൺ ഏത് ഫോമിലുള്ള മക്കളെ? 2+ ഫോമിലുള്ള. അയൺ 2+ ഫോമിൽ നിന്നും ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അയൺ സ്വാഭാവികമായിട്ട് 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് Fe ആയി മാറേണ്ടി വരും. അപ്പോൾ സ്റ്റോഷ്യോമെട്രിക് സെൻസിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു Fe2+ റെഡ്യൂസ് ആകാൻ 2 ഇലക്ട്രോൺ വേണം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ കൊണ്ട് ഒരു Fe ഫോം ആവും. അല്ലേ? കറക്റ്റ് അല്ലേ? 2 ഇലക്ട്രോൺ കൊണ്ട് ഒരു Fe എന്താവും? ഫോം ആവും. 2 ഇലക്ട്രോൺ കൊണ്ട് ഒരു Fe ഫോം ആവും എന്നാ പറഞ്ഞത്. അപ്പോൾ 2 ഫാരഡ് കൊണ്ട് ഒരു മോൾ Fe ഫോം ആവും. 2 ഫാരഡ് എന്ന് പറഞ്ഞാൽ 2 × 96500. സോറി, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ എത്രയാടാ? അവർ 3 ഫാരഡാ പാസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ 96500 കണ്ടക്ട് ചെയ്യണ്ട. നമുക്ക് കിട്ടിയ ഐഡിയ 2 ഫാരഡ് കൊണ്ട് 1 മോൾ Fe പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 2 ഫാരഡ് കൊണ്ട് ഒരു മോൾ Feയുടെ മാസ് ആണ് അതിന്റെ അറ്റോമിക് മാസ് എത്ര? 56. 2 ഫാരഡ് കൊണ്ട് 56 ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫാരഡ് കൊണ്ട് 56/2 28 ഡെപ്പോസിറ്റ് ചെയ്യും. 3 ഫാരഡ് അല്ലേ നിങ്ങളെ കയ്യിലുള്ളത്? അപ്പോൾ 28 × 3 ഡെപ്പോസിറ്റ് ചെയ്യും. 28 × 3 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 60 ഉം 24 84 ആയിരിക്കും അല്ലേ? 84 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. റെഡി? സ്റ്റോഷ്യോമെട്രി വെച്ച് ചെയ്താൽ മതി. ഈ ക്വസ്റ്റൻ എങ്ങനെ ആൻസർ ചെയ്യാം?
അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. 1 farad of electricity liberates x in 10 power minus 1 gram atom എന്നാ പറയുന്നത്. gram atom of copper എന്ന് പറഞ്ഞാൽ mole of copper ആണ്. mole of copper ആണ്. gram atom എന്ന് പറഞ്ഞാൽ mole ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ എക്സിന്റെ വാല്യൂ ചോദിക്കണം. അപ്പോൾ മക്കൾ കയ്യിലുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാ CuSO4 ആ. ഇവിടെ കോപ്പർ ഉണ്ട്, കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ Cu2 പ്ലസ് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് CO ആവാൻ പോവാ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുക 2 ഫാരഡ് കൊണ്ട് 1 മോൾ കോപ്പർ ആവുന്ന പറയാം. 1 മോൾ കോപ്പർ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 2 ഫാരഡ് കൊണ്ട് 1 ഗ്രാമാറ്റം കോപ്പർ വരുന്നു പറയാം. 1 ഗ്രാമാറ്റം കോപ്പർ. ഗ്രാമാറ്റം കോപ്പർ. നിങ്ങൾ അതിൽ 2 ഫാരഡ് ഇല്ല മക്കളെ, 1 ഫാരഡ് അല്ല. അപ്പോൾ 1 ഫാരഡ് കൊണ്ട് നിങ്ങൾക്ക് 0.5 ഗ്രാമാറ്റം കോപ്പർ ആണ് വരിക. ഈ എക്സ് ഇൻറ്റു 10 പവർ മൈനസ് 1 ഗ്രാമാറ്റം എന്ന് പറയുന്നത് 0.5 ആണെന്ന് മനസ്സിലായി. സോ the value of x will be 5. Okay, value of x will be 5. അടുത്തത് the solution of NiNO3 twice. നിക്കൽ നൈട്രേറ്റിന്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. പ്ലാറ്റിനം ഇലക്ട്രോഡ് വെച്ചിട്ടാണ് ഇതിനെ ഇലക്ട്രോലൈസ് ചെയ്യുന്നത്. 5 ആമ്പിയർ കറണ്ട് കൊടുത്ത് 20 മിനിറ്റ് നേരത്തേക്കാണ് ചെയ്യുന്നത്. മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ കറണ്ട് എല്ലാം തരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് ആ ഇക്വേഷൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. സോ ഇ ഡിവൈഡ് ബൈ 96500 ഇൻറ്റു ഐറ്റിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ എന്ന് പറയുന്നത് ഇക്വലന്റ് മാസ് ആണ്. നിക്കലിന്റെ മോളാർ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ വാലൻസി. നിക്കൽ ഇവിടെ നിൽക്കുന്നത് +2 അല്ലേ, അപ്പോൾ വാലൻസി 2 ആണ്. നിക്കലിന്റെ അറ്റോമിക് മാസ് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിക്കലിന്റെ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ഡിവൈഡ് ബൈ 96500. കറണ്ട് എന്ന് പറയുന്നത് എത്രയാടാ? 5 ആംപിയർ ആണ് തന്നിട്ടുള്ളത്. 20 മിനിറ്റ് ആണ്, സെക്കൻഡ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 20 × 60 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ റഫ്ലി മേലേക്ക് കൊണ്ടുവരാണെങ്കിൽ 10 പവർ മൈനസ് 5. 96500 മുകളിലേക്ക് വന്നാൽ 10 പവർ മൈനസ് 5. 1.04 10 പവർ മൈനസ് 5 ആണ്. നിങ്ങൾ 10 പവർ മൈനസ് 5 എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 10 വരും. സോ ദ റിമൈനിങ് വാല്യൂ ഇസ് 58.7 ഇൻറ്റു 5 ഇൻറ്റു 10 ഇൻറ്റു 60 ഇൻറ്റു 10 പവർ മൈനസ് 5 അല്ലേ. ഇത് വെച്ച് ഞാൻ ഈ സീറോസ് ഒക്കെ എടുത്തു. ഓക്കെ, 2 സീറോസ് ഞാൻ എടുത്തു. ബാക്കി 3 സീറോ ഞാൻ ഇതിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വരുന്നുണ്ടാവാം? കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. 10 പവർ 10 60 3 സീറോസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ 0.0587 അല്ലേ, 0.587 ഇൻറ്റു 30 എന്നാവും. 0.0587 ഇൻറ്റു 30 എന്നാവും. 0.0587 ഇൻറ്റു 30. ഓക്കെ, അതെന്ന് പറയുന്നത് 0.587 ഇൻറ്റു 3 എന്നാവും. 0.5 ഇൻറ്റു 3 അത് 1.8ലേക്കാണ് വരിക. 1.5നേക്കാൾ കൂടും. ഓക്കെ, അടുത്തത് നിക്കൽ നൈട്രേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലൈസ് ചെയ്തിന്റെ 2 പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ പ്രസൻസിൽ 0.1 ഫാരഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര മോൾ നിക്കലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഈ ക്വസ്റ്റൻ നമ്മൾ ഡിഫറൻസ് 2 ഇലക്ട്രോലൈറ്റ് സെയിം ആണ്, പക്ഷേ ഇവിടെ കറണ്ട് ടൈം ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സ്റ്റോഷിയോമെട്രി വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിക്കൽ 2+ സൊല്യൂഷനിൽ നിന്നും നിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ 0.1 ഫാരഡ് കൊണ്ട് എത്ര മോൾ നിക്കൽ ഡെപ്പോസിറ്റ് ചെയ്യണം? നമുക്കിന്ന് പറയാൻ പറ്റും 2 ഫാരഡ് കൊണ്ട് 1 മോൾ നിക്കൽ വരും. ഓക്കെ, അപ്പോൾ 1 ഫാരഡ് കൊണ്ട് 0.5 മോൾ നിക്കൽ വരും. അപ്പോൾ 0.1 ഫാരഡ് കൊണ്ട് 0.05 മോൾ നിക്കൽ വരും. ആൻസർ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ബാറ്ററി നിങ്ങൾക്ക് അറിയാം, കമേഴ്ഷ്യൽ ഗാൽവാനിക് സെല്ലാണ്. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആനോഡ് കാഥോഡ് സ്പോണ്ടേനിയസ് ആയിട്ട് റിഡോക്സ് റിയാക്ഷൻ നടക്കും. അതിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ബാറ്ററിയുടെ ലൈഫിൽ ഒരു തവണ മാത്രമേ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുള്ളെങ്കിൽ ഔട്ട്പുട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അതാണ് പ്രൈമറി സെൽ. ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സെക്കൻഡറി സെല്ലാണ്. പ്രൈമറി സെൽ 2 എണ്ണമാണുള്ളത്, ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. ഡ്രൈ സെൽ എന്ന് പറയുന്നത് സിങ്ക് കണ്ടെയ്നർ ആണ് ആനോഡ്, പേസ്റ്റ് ഓഫ് കാർബൺ ആൻഡ് MnO2 ആണ് കാഥോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് NH4Cl ZnCl2 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആനോഡിൽ കാണുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് Zn gives Zn2 +2 ഇലക്ട്രോൺ. കാഥോഡിലുള്ള റിയാക്ഷൻ MnO2 NH4 +1 ഇലക്ട്രോൺ gives MnOH NH3. ഇതേ സമയം നമ്മൾ അപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുക. ഇത് റേഡിയോ ട്രാൻസിസ്റ്ററിൽ ക്ലോക്കിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ടെക്സ്റ്റിൽ പറയുന്നത്. രണ്ടാമത്തെ സെല്ലാണ് മെർക്കുറി സെൽ ഓർ ബട്ടൺ സെൽ. ഡ്രൈ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലെക്ലാൻഷ്യസ് സെൽ. മെർക്കുറി സെൽ എന്ന് പറയുന്നത് മെർക്കുറി സെൽ എന്ന് പറയുന്നതിന്റെ കാഥോഡ് എന്ന് പറയുന്നത്
സിങ്ക് അമാൽഗമാണ്. ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ്. കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറിക് ഓക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് KOH ZNOന്റെ ഒരു പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് Zn plus 2OH minus gives ZNO plus H2O plus 2 electron. കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ ആണ് HgO plus 2 H2O plus 2 electron gives Hg plus 2OH minus. ഇത് ഓവറോൾ റിയാക്ഷൻ്റെ അകത്ത് ഇതിൽ അയോൺസ് ഒന്നും ഇൻവോൾവ് അല്ല. സോ ഓൾവേസ് ഇതൊരു കോൺസ്റ്റന്റ് EMF ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ വാച്ചസിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്, ഹിയറിംഗ് എയ്ഡിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് മെർക്കുറി സെല്ല്. സെക്കൻഡറി സെൽ ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ല്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. ലെഡ് ആസിഡ് ബാറ്ററി എന്നൊക്കെ പറയാൻ പറ്റും. ലെഡ് ആണ് ആനോഡ്, ലെഡ് ഡയോക്സൈഡ് ആണ് കാഥോഡ്. 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ലെഡിന്റെ ഓക്സിഡേഷൻ ആണ്. ഇൻ പ്രസൻസ് ഓഫ് സൾഫേറ്റ് Pb plus SO4 minus gives PbSO4 plus 2 electron. കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ലെഡ് ഡയോക്സൈഡിന്റെ റിഡക്ഷൻ ആണ്. PbO2 plus SO4 minus plus 2H2O 4H plus 2 electron gives PbSO4 plus 2H2O. ഓവറോൾ റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഓവറോൾ റിയാക്ഷൻ. ഡിസ്ചാർജിങ് റിയാക്ഷൻ ഇതിനെ പറയാൻ പറ്റും. വൺസ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് റിയാക്ഷൻ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ നടത്താൻ പറ്റും. അത് റീചാർജിങ് റിയാക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ചാർജിങ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ സമയത്ത് റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവുമെന്ന് പറയുന്നുണ്ട്. ആനോഡിലും കാഥോഡിലുള്ള ആളുകൾ റീജനറേറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ഈ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ്? ഇൻവേർട്ടേഴ്സിലും ഓട്ടോമൊബൈൽസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് സെല്ലിനേക്കാൾ ഡ്യൂറബിൾ ആണ് എന്ന് പറയുന്നുണ്ട്, ബട്ട് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നുണ്ട്. ഓവറോൾ റിയാക്ഷൻ ആണ് ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നത്. ഓവറോൾ റിയാക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. പിന്നെയുള്ളത് നമ്മളെ ഫ്യൂവലുള്ള കെമിക്കൽ എനർജി ഡയറക്ട്ലി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ പറ്റുന്ന സെൽ. അതിന്റെ പേരാണ് ഫ്യൂവൽ സെൽ. അതൊരു ഗാൽവാനിക് സെല്ലാണ്. ഡയറക്റ്റ് കൺവേർഷൻ ആയതുകൊണ്ട് തന്നെ ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. അതിൽ ആനോഡ് നടക്കുന്ന ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മളവിടെ KOH ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. OH മൈനസ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കാഥോഡ് നടക്കുന്ന റിയാക്ഷനും ആനോഡ് നടക്കുന്ന റിയാക്ഷനും ടെക്സ്റ്റിൻ്റെ അകത്ത് അതുണ്ട്. ഓവറോൾ റിയാക്ഷൻ വന്നിട്ടുണ്ട്. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വാട്ടർ ആണ് ഫോം ചെയ്യുന്നത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. സോ ഇത് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെൽ ആയിരിക്കും. ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലുകളൊക്കെ പറയുന്നുണ്ട്. തിയറി പാർട്ടാണ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. നന്നായി പഠിക്കുക. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ റിവൈസ് ചെയ്യുക. ടോപ്പിക്കുകൾ ക്വിക്കായിട്ടൊന്ന് കയ്യിൽ വെക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.